ഹലോ ഗൈസ്, എല്ലാവർക്കും എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ നിൽക്കുന്നത് അങ്കമാലിയിലെ മൂക്കന്നൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. മൂക്കന്നൂരിൽ അട്ടാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. അട്ടാറയിലെ പ്രവീൺ ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഒപ്പം ഉള്ളത് പ്രവീൺ ചേട്ടൻ്റെ അമ്മയായി ലൂസി ചേച്ചിയാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. പ്രവീൺ ചേട്ടൻ സിംഗപ്പൂരിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണം. അപ്പോൾ പുള്ളിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നാട്ടിലെത്താൻ പറ്റിയില്ല. അപ്പോൾ പുള്ളിക്കാരൻ്റെ അമ്മേനെ വെച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ലൂസി ചേച്ചി, നമ്മുടെ ഈ ഒരു ഷോയിലേക്ക് സ്വാഗതം. നമസ്കാരം. അപ്പോൾ ലൂസി ചേച്ചി, നമ്മുടെ ഈ ഒരു പ്രാവിനും അതുപോലെ നമ്മുടെ കൊനൂട്സിനൊക്കെ വളർത്താൻ തുടങ്ങി എത്ര കാലങ്ങളായി? അപ്പം അവന് ചെറുപ്പം മുതൽ ഇതിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. ഇപ്പോൾ ഒരു 10 വർഷമായിട്ടേ ഉള്ളൂ ഇതിലേക്ക് കൂടുതൽ അങ്ങോട്ട് ആയിട്ട് ഇൻവോൾവ് ആയിട്ട് കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ അല്ലേ? ഒന്നാമത് നിൽക്കാനും സമയമില്ലാത്തത് കൊണ്ട് പുള്ളിക്ക് അതിനോട് കൂടുതൽ ഇങ്ങനെ എന്താ പറയുക ചെയ്യാനും പിടിക്കാനൊക്കെ ആയിട്ട് ഒരു താമസം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കണു. കുഞ്ഞിലെ മുതൽ എല്ലാ കാര്യത്തിൻ്റെ താല്പര്യമാണ്. പ്രവീൺ ചേട്ടൻ ഭയങ്കര ഇതാണല്ലോ, ഇൻവോൾവ് ആണല്ലോ ഒരു ഇതില് എല്ലാ കാര്യത്തിലും. അപ്പൊ നമ്മളിവിടെ വന്നപ്പോ എന്ന് പറയണെങ്കിൽ പ്രാവുകളുടെ ആയാലും കൊനൂർസിന്റെയും ഇവിടെ ഇല്ലാത്തൊരു സംഭവം നമുക്ക് കാഴ്ചബംഗ്ലാവിൽ വന്നൊരു ഫീലാണ് നമുക്ക് കിട്ടിയത്. കൊനൂർസിന്റെ ഒരു കളക്ഷൻ ഉണ്ട്, കോക്ടെയിൽസിന്റെ ഒരു കളക്ഷൻ ഉണ്ട്, ജാവ, ലവ് ബേർഡ്സ്, ഫിഞ്ചസ്, ഇതിന്റെ ഒക്കെ കളക്ഷൻസ് കണ്ടായിരുന്നു. പിന്നെ പ്രാവുകളാണ് ഇവിടെ കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എല്ലാത്തിനും ചെയ്യുമ്പോൾ ലൂസി ചേച്ചി, നമ്മളിപ്പോ ഈ ഒരു ഇത് എങ്ങനെയാണ് ലൂസി ചേച്ചി കൈകാര്യം ചെയ്യുന്നത്? ഞാൻ തന്നെയാണ് എല്ലാം കൈകാര്യം ചെയ്യണം. പക്ഷെ മോന് നേരമില്ലല്ലോ. അപ്പൊ എന്റെ മരുന്നും കാര്യങ്ങളും തീറ്റ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്. എന്ത് രോഗം വന്നാലും കെയർ ചെയ്യുന്നത് അവൻ എന്നെ പറഞ്ഞു തരുന്നത് ചെയ്യാമെന്നും പറഞ്ഞ് അവൻ മെസ്സേജ് അയക്കും. അപ്പൊ ഞാൻ ആ രീതിയിൽ ചെയ്ത് എന്റെ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കും. പിന്നെ അപ്പുള്ള കാര്യങ്ങളൊക്കെ വീട് ഞങ്ങൾ വാട്സപ്പിൽ ഞങ്ങൾ അങ്ങോട്ടും ഫോട്ടോ അയച്ച് അവൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അവൻ എല്ലാം കെയർ ചെയ്യുന്നത് എല്ലാ കാര്യവും. ലൂസി ചേച്ചി, നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ലോഫ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ? നമുക്ക് കാണാലോ. അപ്പൊ നമ്മുടെ ലോഫ്റ്റും കാര്യങ്ങളിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ഒരു വീഡിയോയിൽ ലൂസി ചേച്ചി ആയിരിക്കില്ല ഈ ഒരു വീഡിയോ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. കാരണം ലൂസി ചേച്ചിക്ക് പ്രാവുകൾ ഒരു മോഡലിനെ കുറിച്ചോ അങ്ങനെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഞാനായിരിക്കും ഈ വീഡിയോയിൽ പ്രാവുകളെ പരിചയപ്പെടുത്തുന്നതും അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും അബദ്ധവശാൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ ഈ വീഡിയോയിൽ കുറച്ച് ലൈറ്റിങ്ങിന് കുറവുണ്ടായിരിക്കും. നമ്മുടെ ഈ ഒരു ഏരിയ മൊത്തം റബ്ബർ തോട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു ഏരിയയാണ്. അപ്പോൾ തണൽ മരങ്ങൾ ഇവിടെ ഉള്ള കാരണം നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ഷീറ്റിൻ്റെ ഇതൊരു അഭാവത്താൽ ഇരുട്ട് പിടിച്ചൊരു സാഹചര്യമാണ്. അപ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവ് വീഡിയോയ്ക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളെല്ലാം സഹകരിക്കുക. അപ്പോൾ എന്തായാലും ലൂസി ചേച്ചി, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ലോഫ്റ്റും കാര്യങ്ങളെല്ലാം കണ്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആൻഡ് കോക്ടെയിൽസ്, അതുപോലെ നമ്മുടെ കൊനൂർസാണ്. അപ്പോൾ പ്രവീൺ ചേട്ടൻ്റെ വലിയൊരു സെറ്റപ്പിൽ തന്നെയാണ് കൊനൂർക്കും അതുപോലെ നമ്മുടെ കോക്ടെയിൽസിനൊക്കെ ഇത് സ്ഥലം ഒരുക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത് ഒരു കോക്ടെയിൽ കൊനൂർ ഇരിക്കുന്നുണ്ട്. നല്ല മറ്റേതിനെ കണ്ടിട്ട് നമ്മുടെ സൺ കൊനൂർ എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വീഡിയോയിൽ ചെയ്തപ്പോൾ സൺ കൊനൂർ ആണെന്നാണ് എൻ്റെ ഒരു അറിവ്, കളറൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇവിടെ കൊന്നൂരിന് കുറച്ച് കളക്ഷനുള്ള അതിൽ പോലും ഒരു 5-8 കൊന്നൂറിന് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓരോക്കെ എഗ്ഗിങ്ങിന് വേണ്ടി ഓരോരോ കുടങ്ങളിലും ബ്രീഡിംഗ് ബോക്സിലായിട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വളരെ ടേംഡ് ആയിട്ടുള്ള കൊന്നൂർസാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല വൈറ്റ് കളറിലുള്ള കോക്ടെയിൽസിനെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല രസത്തിലാണ്, നല്ല സെറ്റപ്പായിട്ടാണ് നമ്മുടെ പ്രവീൺ ചേട്ടൻ ഈ കോക്ടെയിൽസിനും അതുപോലെ തന്നെ നമ്മുടെ കൊന്നൂറിനും കാര്യങ്ങൾക്കൊക്കെ കേജ് ഒരുക്കുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള ബ്രീഡിംഗ് ബോക്സ് ആണ് ഇത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ പ്രവീൺ ചേട്ടൻ്റെ ഇവിടെ പുള്ളി സിംഗപ്പൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ എന്നാലും എൻ്റെ ഒരു അറിവ് വെച്ചിട്ടാണ് ഈ ഒരു ഇത് പറയുന്നത്. അപ്പോൾ കൊന്നൂറിൻ്റെ അത്യാവശ്യം നല്ലൊരു കളക്ഷൻ കൂടി ഉണ്ട്. പിന്നെ വൈറ്റ് കോക്ടെയിൽസ് 2 ബ്രീഡിംഗ് സെറ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതങ്ങനെ നമ്മുടെ തൊട്ടടുത്ത് ഒരു കൊന്നൂർ വന്നിരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് കൊന്നൂറിൻ്റെ സെക്ഷൻസ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ആഫ്രിക്കൻ ലവ് ബേർഡ്സിൻ്റെ ഒക്കെ സെക്ഷൻസ് കൂടി ഉണ്ട്. അപ്പോൾ അവരൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇത് നല്ല രീതിയിലാണ് പ്രവീൺ ചേട്ടൻ ലവ് ബേർഡ്സിന് കൂടെ ഇരിക്കുന്നത്. നല്ല കുടങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല രീതിയിലാണ് പ്രവീൺ ചേട്ടൻ ലവ് ബേർഡ്സിനെ ഒരുക്കുന്നത്. നല്ല വലിയ കുടങ്ങൾ അവർക്ക് ബ്രീഡിങ് ചെയ്യാനായിട്ടാണ് ആ കുടങ്ങൾ വെച്ച് കൊടുത്തത്. അപ്പോൾ വലിയ രീതിയിലാണ് കുഞ്ഞുങ്ങൾ അവർക്ക് വലുതാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ നല്ലൊരു സെറ്റപ്പിലാണ്. അപ്പോൾ പ്രവീൺ ചേട്ടൻ്റെ കയ്യിൽ ഇതൊരു കോളനി, ഞാൻ അടുത്ത ലവ് ബേർഡ്സിൻ്റെ കോളനി അപ്പുറത്ത് കാണുന്നത്. നമുക്ക് അപ്പുറത്തെ കോളനിയിലേക്ക് കടന്നിട്ട് നമുക്ക് ഓരോ ലവ് ബേർഡ്സിനെയൊക്കെ ആയിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ഇതാണ് പ്രവീൺ ചേട്ടൻ്റെ അടുത്ത കോളനി, അതായത് ആഫ്രിക്കൻ നമ്മുടെ സാധാ ലവ് ബേർഡ്സിനുള്ള കോളനി. ഇതിൽ അത്യാവശ്യം ലവ് ബേർഡ്സിൻ്റെ കളക്ഷൻസ് പുള്ളി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിവിടെ കാണാനുള്ളത് ആഫ്രിക്കൻ ലവ് ബേർഡ്സിൻ്റെ കുറച്ച് കളക്ഷൻസാണ്. അപ്പം നമുക്ക് കാണാം. അപ്പോൾ ഇത് ആഫ്രിക്കൻ ലവ് ബേർഡ്സിൻ്റെ ഒരു കളക്ഷനാണ് കാണുന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു 5-8 ആഫ്രിക്കൻ ലവ് ബേർഡ്സിൻ്റെ പുള്ളിയുടെ ഒരു 150ഓളം പെയർ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതിനെ കുറച്ച്
അങ്ങനെ ഒരു ഇത് വന്നതോടുകൂടി കുറച്ച് പുള്ളിക്ക് ശ്രദ്ധിക്കാൻ പറ്റാതായതോടുകൂടി അതിൻ്റെ കളക്ഷൻസ് കുറച്ചു എന്നാണ് പുള്ളി പറഞ്ഞത്. അത്യാവശ്യം അതിൻ്റെ കളക്ഷൻസും വലിയ കേജാണ്. നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് ഈ ഒരു കേജിൻ്റെ വിസ്താരം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. വലിയ കോളനി കേജാണ്. നല്ലൊരു എമൗണ്ട് മുടക്കിയിട്ടാണ് പ്രവീൺ ചേട്ടൻ ഈ ഒരു കേജും കോളനിയൊക്കെ ഒരുക്കിയത്. നല്ല അടിപൊളി സ്ട്രെങ്ത് ഉള്ള ഇതൊക്കെയായിട്ട് നല്ല ലെങ്ത്തൊക്കെ ഉണ്ട്. നല്ല വിസ്താരത്തിൽ കിളികൾക്കൊക്കെ പറന്ന് കളിക്കാമെന്ന്. അപ്പോൾ കിളികൾക്ക് വന്നിരിക്കാൻ പറ്റിയ മരം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെൽ സെറ്റഡ് ആയിട്ടാണ് പുള്ളി സിംഗപ്പൂരിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇനി നമുക്കിനി ഇവിടെ കാണാനായിട്ട് കുറച്ച് ജാവകളുടെ കളക്ഷൻ ഉണ്ട്. ജാവ കിളികളില്ലേ, ജാവകളുടെ കളക്ഷൻ ഉണ്ട്. അപ്പോൾ അവരും കൂടി ഒക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് പ്രാവിൻ്റെ സെക്ഷനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ജാവയുടെ കളക്ഷൻ. അത്യാവശ്യം നല്ല കളക്ഷനായിട്ട് ജാവ ചെയ്യുന്നുണ്ട് പുള്ളി. ഇവിടെ ഒരുപാട് ബ്രീഡിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ബ്രീഡിങ്ങിനുള്ള കുടങ്ങളാണ് അവിടെ ഞാട്ടിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവർ നമ്മൾ കണ്ട് പേടിച്ചിട്ടാണ് തോന്നുന്നത് അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്ന് കിടക്കുന്നത്. അപ്പോൾ ഇവർ ജാവയ്ക്കൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിനിയാണ്. നല്ല രീതിയിലുള്ള നല്ല ക്വാളിറ്റി തിനിയാണ് വെച്ച് കൊടുക്കുന്നത്. ഒരുപാട് ജാവകളുണ്ട് കേട്ടോ. എങ്ങനെ പോയാലും ഒരു 40-50 ജാവ നമുക്ക് ഉണ്ട്. നമ്മുടെ ബാക്കിലും കുറച്ച് ജാവസിൻ്റെയൊക്കെ കാണാൻ നമുക്ക് പറ്റും. ഫുൾ നെറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ കവർ ചെയ്തിട്ട് പുള്ളി ഇതിന് ചെയ്യുന്നത്. പുള്ളി ഇതിനൊരു സെയിലായിട്ടല്ല, ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് വളർത്തുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി കൂടുതൽ പ്രാവിനെയൊക്കെ പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രവീൺ ചേട്ടൻ്റെ ലോഫ്റ്റും കാര്യങ്ങളൊക്കെ. ലോഫ്റ്റിൻ്റെ അകത്തേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഭയങ്കര സെറ്റപ്പിലാണ് ലോഫ്റ്റും കാര്യങ്ങളും ഒരുക്കുന്നത്. വലിയ സൈസിലും വലിയ പൈപ്പുകളൊക്കെ യൂസ് ചെയ്ത് നല്ല നെറ്റുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് പ്രവീൺ ചേട്ടൻ കേജുകൾ ഒരുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ മാത്രമല്ല, അങ്ങോട്ട് സൈഡിലേക്ക് കടന്നു കഴിഞ്ഞാലും പ്രാവുകളുടെ വലിയൊരു കളക്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ വഴിയാണ് നമ്മൾ പ്രാവുകളുടെ ബാക്കിലേക്ക് പോകുന്ന വഴി. അപ്പോൾ ഇവിടെയും കുറച്ച് ഷോക്കേജിലൊക്കെ ഇട്ട് പുള്ളി കേജിൽ പ്രാവിനെ വളർത്തുന്നുണ്ട്. അപ്പോൾ നല്ല സെറ്റപ്പിൽ തന്നെയാണ് പുള്ളി വളർത്തുന്നത്. പിന്നെ കുറച്ചെണ്ണത്തിന് ചിക്സിനൊക്കെ ഇടാനായിട്ട് കോളനി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഓരോരോ ബേഡുകളായിട്ട് നമ്മുടെ പ്രവീൺ ചേട്ടൻ്റെ ബേഡുകൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഹംഗേറിയൻ ജൈൻ്റ് ഹൗസ് എന്ന് പറഞ്ഞ ബേഡിനെയാണ്. അപ്പോൾ പുള്ളിയുടെയിലുള്ള ഫസ്റ്റ് പെയർ നമ്മൾ കേജിൻ്റെ അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഫസ്റ്റ് പെയർ ഹംഗേറിയൻ ജൈൻ്റ് ഹൗസ് ആണ്. അപ്പോൾ ഇതിൽ മെയിൽ ബേഡ് നല്ല ക്വാളിറ്റിയും ഫീമെയിൽ ബേഡ് ചെറിയ സ്മോൾ ക്വാളിറ്റി ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് വലിയൊരു അറിവില്ല ജൈൻ്റ് ഹൗസിനെ കുറിച്ച്. അതിൻ്റെ ചിക്കായിട്ടിരിക്കുന്നത് വേറെ ബേഡിൻ്റെ ചിക്കിനെ ജൈൻ്റ് ഹൗസിൻ്റെ ഒറിജിനൽ ചിക്കിനെയാണെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബേഡുകളാണ്. പുള്ളി ഇവിടെ ചെറുതായിട്ട് മിക്സിങ്ങും പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. ഹംഗേറിയൻ മിക്സിങ്ങിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബേഡാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്ത ബേഡുകളെ പരിചയപ്പെടാം. ഹംഗേറിയൻ ജൈൻ്റ് ഹൗസിൻ്റെ തന്നെ വേറെ ബേഡ് നമുക്ക് പരിചയപ്പെടാം. അപ്പം നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാൻഡൽ കളറാണ്. അപ്പം നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത് ബൊക്കാറോയാണ്. ബൊക്കാറോയുടെ ഒരു ആൽമണ്ട് ലൈൻ കളറും ഒരു സാൻഡൽ കളറാണ്. അപ്പോൾ അവർ എഗ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളവരധികം ഡിസ്റ്റർബ് ചെയ്തിരിക്കുന്നതാണ് നല്ലത്. ബൊക്കാറോസിന് അറിയാമല്ലോ, അവരധികം ആക്റ്റീവ് ആയിരിക്കില്ല, എപ്പോഴും ആക്റ്റീവ് ആയിരിക്കില്ല. നമ്മൾ കണ്ടാൽ പോലും അവരത്ര ആക്റ്റീവ് ആവാൻ ചാൻസ് ഇല്ലാത്ത ബേഡാണ്. അപ്പോൾ ഈ പാത്രത്തിൽ കയറിയിരിക്കുന്നത് ആൽമണ്ട് ലൈൻ ബേഡാണ്. പിന്നെ അതിൻ്റെ ഫീമെയിലായിട്ടിരിക്കുന്നത് സാൻഡൽ കളറാണ്. അപ്പോൾ ഇവർ നല്ലൊരു ആൽമണ്ട് ലൈൻ കുട്ടികൾ ഇറങ്ങുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുക. നല്ല റിസൾട്ടുള്ള എഗ്ഗാണെന്നാണ് പ്രവീൺ ചേട്ടൻ പറഞ്ഞെനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും നല്ല ബേഡുകളാണ്, നല്ല സൈസും കാര്യങ്ങളൊക്കെ ബേഡുകളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്ത ബേഡുകൾ പരിചയപ്പെടാം. അടുത്തത് നമ്മുടെ ഹംഗേറിയൻസ് തന്നെയാണ്. അതിൽ ഒരെണ്ണം മെയിൽ ബേഡ് ഹംഗേറിയൻ്റെ നല്ല ഹൈ ക്വാളിറ്റി ബേഡ്, അതാണ് ആ പാത്രത്തിലിരിക്കുന്ന വൈറ്റ്. പിന്നെ ഫീമെയിൽ ബേഡ് ചെറിയ സ്മോൾ ക്വാളിറ്റി ആണെന്നാണ് തോന്നുന്നത്, മിക്സഡ് ക്വാളിറ്റി ആണെന്നാണ് തോന്നുന്നത് ഹംഗേറിയൻ്റെ. ഫീമെയിൽ ഹംഗേറിയൻ ഒറിജിനലാണോ എന്ന് നമുക്കറിയില്ല. നിങ്ങൾക്ക് എന്താ ഡൗട്ടാണെങ്കിലും പ്രവീൺ ചേട്ടനെ വിളിച്ച് ചോദിക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പ്രവീൺ ചേട്ടൻ ട്രാവൽക്കായിട്ട് ഗ്രിറ്റും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗ്രിറ്റാണ് ഈ ഇരിക്കുന്നത്, ഈ പച്ച പാത്രത്തിലിരിക്കുന്നത്. അത് പുള്ളി തന്നെ ക്രിയേറ്റ് ചെയ്തെന്ന് തോന്നണേ കണ്ടിട്ട്. പിന്നെ അതുപോലെ തന്നെ പുള്ളി പ്രാവുകൾക്കുള്ള തീറ്റപാത്രം ഒരുക്കിയത് വളരെ ലോ ബഡ്ജറ്റിലുള്ളൊരു തീറ്റപാത്രമാണ്. അതായത് നമ്മുടെ 35 രൂപ 40 രൂപ ഈ സ്റ്റേഷനറി ഷോപ്പുകളിൽ നിന്ന് കിട്ടുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം മേടിച്ചിട്ട് അത് റൗണ്ടാക്കി കട്ട് ചെയ്തിട്ട് 2 പേരിന് ഒരേ സമയം തലയിട്ട് തിന്നാവുന്ന രീതിയിൽ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഉള്ള പരിപാടിയാണ്. മേലെ കൂടെ ഹോള് തുളച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേലെ കൂടെ തീറ്റിട്ട് കൊടുക്കാൻ. പിന്നെ വെള്ളത്തിന് സിസ്റ്റം നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന വാട്ടർ സിസ്റ്റം തന്നെയാണ് പുള്ളി ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ എല്ലാ കളികളും അങ്ങനത്തെ ഒരു സിസ്റ്റം തന്നെയാണ് പുള്ളി ചെയ്യുന്നത്. നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് ഹംഗേറിയൻസിൻ്റെ ഒരു നല്ല ഹൈ ക്വാളിറ്റി ബേഡുകൾ, മെയിലും ഫീമെയിലും ഹംഗേറിയൻ ജൈൻ്റ് ഹൗസ് തന്നെയാണ്. അപ്പോൾ ഇവർ എഗ്ഗ് ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇവർ നല്ല പെയറാണ്, കണ്ടിട്ട് നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി എഗ്ഗിന് വേണ്ടി പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നത് എംസാൻ മണ്ണിലാണ്. അപ്പോൾ പുള്ളി പറയുന്നത് അതിനെ ചൂടിനെ കൺട്രോൾ ചെയ്യാനായിട്ട് എംസാൻ മണ്ണിൽ യൂസ് ചെയ്യുന്നതാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെ. അപ്പം ഇനി നമുക്ക് എന്തായാലും അടുത്ത ബേഡുകളെ പരിചയപ്പെടാം. അപ്പോൾ ഈ കാണുന്ന ബേഡും ഹംഗേറിയൻ ജൈൻ്റ് ഹൗസ് തന്നെയാണ്. ഹംഗേറിയൻ ജൈൻ്റ് ഹൗസിൻ്റെ അത്യാവശ്യം നല്ല കളക്ഷൻസ് പുള്ളിയുടെ കയ്യിൽ ഉണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം.
ഇപ്പോൾ ഈ കണ്ട സാൻഡൽ കളർ പുള്ളി ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിക്കണ ഒരു കളറാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. നമ്മുടെ ഈ ഒരു വീഡിയോയിൽ റേറ്റ് പറയാനായിട്ടുള്ള ഒരു ഇതില്ല. കാരണം പുള്ളി സിംഗപ്പൂരായ കാരണം നമുക്ക് അതിൻ്റെ വിലയും കാര്യങ്ങളും ഒന്നും അറിയില്ല. എന്ത് സംശയം ഉണ്ടെങ്കിലും പുള്ളിയുടെ വാട്സാപ്പിൽ വിളിച്ച് ചോദിക്കാമെന്നാണ്. പുള്ളിയുടെ വാട്സാപ്പ് നമ്പർ ഞാൻ വീഡിയോയ്ക്ക് താഴെ വീഡിയോയിലും കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മളിനി അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഹംഗേറിയൻ മിക്സുകളാണ്. ആ സാൻഡൽ കളർ ഒറിജിനൽ ഹംഗേറിയൻ അല്ല, ഒരു മിക്സഡ് ആണ്. പക്ഷേ എങ്കിൽ പോലും ഹെവി സൈസുള്ള ബേഡാണ്. ബ്ലാക്കും ഇത്ര സൈസ് കുറവായിട്ടുള്ള ബേഡാണ്. ഹംഗേറിയൻ മിക്സ് ആയിട്ടാണ് പുള്ളി അത് ബ്രീഡ് ചെയ്യിക്കണേന്ന് തോന്നുന്നത്. നല്ല അടിപൊളി ബേഡുകളാണ്. നല്ല ഹംഗേറിയൻ്റെ പകുതി സൈസ് തന്നെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അടുത്തത് നമ്മുടെ ഹംഗേറിയൻ്റെ തന്നെ മിക്സഡ് ബേഡുകളാണ്. നല്ല ഹെവി സൈസായിട്ടുള്ള ബേഡുകൾ തന്നെയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങനത്തെ ചിക്സിനൊക്കെ ഇവിടെ നിന്ന് വാങ്ങാം. വിലയും കാര്യങ്ങളൊക്കെ പ്രവീൺചാൻ്റെ അടുത്ത് തന്നെ വാട്സപ്പിൽ ചോദിക്കാം. അപ്പം ഇനി നമ്മൾ ഇനി അടുത്തത് സെക്ഷൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഏകദേശം ബേഡുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ബേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു ഹംഗേറിയൻ മിക്സ് തന്നെയാണ്. അതിലൊരെണ്ണം റെഡും ഒരെണ്ണം ബ്ലാക്കാണ്. അപ്പോൾ ഇവിടെ ലൈറ്റിങ്ങിന് പ്രോബ്ലം ഉള്ള കാരണം നിങ്ങൾക്ക് റെഡ് ഏതാ ബ്ലാക്ക് ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും സഹകരിക്കുക, ഒന്ന് ക്ഷമിക്കുക. വീഡിയോയ്ക്ക് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട്. അത് സാഹചര്യം മൂലമാണ്. ഡ്രസ്സ് വർക്ക് ചെയ്യുന്നതിന് കാരണം വീടിന് ചുറ്റും മരങ്ങളുള്ള കാരണം നമുക്ക് ലൈറ്റിങ്ങിന് വളരെയധികം കുറവുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ഷമിക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോസ് കണ്ട പോലെ ആയിരിക്കില്ല ഈ വീഡിയോ. അത്യാവശ്യം ലൈറ്റിംഗ് കുറവ് തന്നെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളിനി അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്നത് ബൊക്കാറോടെ തന്നെ വേറൊരു പേരാണ്. ഒരു ആൽമണ്ട് ബേഡും ഒരു ബ്ലാക്ക് ബേഡിനെയാണ് ഇട്ട് പുള്ളി ആക്കിയത്. ഈ ഒരു വീഡിയോയ്ക്ക് ഭയങ്കര ലൈറ്റിംഗ് കുറവായതുകൊണ്ട് ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ആൽമണ്ടും ബ്ലാക്കാണ്. നിങ്ങൾക്ക് കളർ കറക്റ്റ് ആവണില്ല എന്ന് മനസ്സിലായി. നമ്മൾ നേരിട്ട് കാണുമ്പോൾ പോലും നമുക്ക് കളർ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. നല്ല ബേഡുകളാണ്. പിന്നെ പുള്ളി ഇവിടെ ചെയ്തത് നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന തീറ്റയുടെ സിസ്റ്റം തന്നെയാണ്. പാത്രങ്ങളുടെ സിസ്റ്റം, തീറ്റ പാത്രങ്ങളുടെ സിസ്റ്റം. പിന്നെ ഇത് കസ്കസ് ടംബ്ലർ എന്ന് പറഞ്ഞൊരു തരം ബേഡാണ്. പുള്ളി പറഞ്ഞ ബേഡ് എന്ന് വെച്ചാൽ ഈ ഒരു ബേഡിന് പറഞ്ഞ ക്രസ്റ്റ് നല്ല 6 ഇഞ്ച് നീളത്തിലുള്ള ബൂട്ട് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് ടെയിലാണ്. സിംഗിൾ ടെയിലും മാത്രം ഒരു കളറായിരിക്കും. ഇതിന് അത്യാവശ്യം വില വരണമെന്നാണ് പുള്ളിക്കാരൻ പറയാൻ സാധിച്ചത്. നമ്മൾ ഇതൊരു വീഡിയോ ചെയ്തതിൽ ഈ ഒരു ബേഡിനെ നമ്മൾ കണ്ടിട്ടില്ല. പുതിയൊരു വെറൈറ്റി ബേഡാണ്. കേരളത്തിൽ അധികം പേരും ചെയ്യാത്തൊരു ബ്രീഡും കൂടിയാണെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഇനി അതിൻ്റെ തന്നെ വേറൊരു കളർ കോമ്പിനേഷൻ, അതിൻ്റെ തന്നെ വേറെ കളറാണ്. ഇതിൻ്റെ ടൈലുമ്പോൾ റെഡ് ആയിട്ടുള്ളൊരു കളറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതും നിങ്ങൾക്ക് ബ്ലാക്ക് പോലെയാണ് തോന്നുന്നത്, പക്ഷേ ഇത് റെഡാണ്. നല്ല റെഡായിട്ടുള്ള ബേഡാണ് കസ്കസ് ടംബ്ലർ. ഇത് ബൂട്ട് കട്ട് ചെയ്തിട്ടാണ് കാരണം നമുക്ക് ബൂട്ട് ലെങ്ത് അറിയാൻ പറ്റുന്നില്ല. നല്ല ടൈല്, നല്ല ടൈലിന് നല്ല കളറും പിന്നെ ബൂട്ടിന് ഹബാര ലെങ്ത്തുള്ള ഒരു ഇതാണ്. കസ്കസ് ടംബ്ലർ എന്നാണ് ഈ ഒരു ബേഡിനെ പറയുക. അത്യാവശ്യം മാർക്കറ്റിൽ വില വരുന്നൊരു ബേഡാണ്. പക്ഷെ മാർക്കറ്റ് വാല്യൂ അധികം ഇല്ലാത്തൊരു ബേഡ് കൂടിയാണ്. നമ്മൾ ആദ്യമായിട്ട് പ്രവീൺചാൻ്റെ കയ്യിലാണ് ഈ ഒരു ബേഡിനെ നമ്മൾ കാണാൻ സാധിച്ചത്. അപ്പോൾ നല്ല ബേഡുകളാണ്. ഈ രണ്ടും കളർ ഡിഫറൻസ് മാത്രമാണ് ഇവർക്കുള്ളത്. രണ്ടും സെയിം ക്വാളിറ്റിയാണ്. അപ്പോൾ നമ്മളിനി അടുത്തത് പരിചയപ്പെടുത്താൻ പോകുന്ന ബേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്കസിൻ്റെ ഒരു മെയിൽ ബേഡും ബർപ്പൻ്റെ ഒരു ഫീമെയിൽ ബേഡിനും കൂടി പുള്ളി ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടി പെയറാക്കി ഇട്ടതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല കുട്ടികൾ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ടൈം പെയറിംഗ് ആണെന്നാണ് പുള്ളി അറിയാൻ സാധിച്ചത്. ഇതുവരെയായിട്ട് അവർ റിസൾട്ട് കിട്ടിയിട്ടില്ല. അതായത് ഫസ്റ്റ് ടൈം എഗ്ഗിങ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചിക്സ് ഇറങ്ങുമെന്ന് ഉള്ളൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് പുള്ളി ഈ ഒരു ബേഡായിട്ട് പെയറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ബേഡുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജോഡി ബർപ്പൻസിൻ്റെ കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ബേഡാണ്. പുള്ളി അതിനൊക്കെ ഇതിന് വേണ്ടിയിട്ടാണ് വളർത്തുന്നത് തോന്നുന്നു. ഫോസ്റ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ടാണ് പുള്ളി ബർപ്പൻസിനൊക്കെ ജസ്റ്റ് വളർത്തുന്നത്. അപ്പോൾ ഒരു ടൈലൊക്കെ ചെറിയൊരു ക്രോസിങ് ടൈപ്പ് ഉണ്ട്. ഒരു ടൈലൊക്കെ വീതി കൂടിയിട്ടുള്ളൊരു ടൈലാണ്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ബേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിപ്പിയുടെ ഒരു ബാർ ടൈപ്പും ഒരു റെഡ് ബേഡും കൂടിയാണ്. ആ റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡാണ് സാധനം. പക്ഷെ നമ്മുടെ ഒരു വീഡിയോ ക്വാളിറ്റി കുറവായ കാരണം റെഡ് ഏതാ ബ്ലാക്ക് ഏതാന്ന് തിരിച്ചറിയാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റിയുള്ള ബേഡാണ്. ആ ബാർ ടൈപ്പ് നല്ല ഡിമാൻഡും നല്ല ക്വാളിറ്റിയുള്ള ബേഡായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതങ്ങനെ. അപ്പോൾ ഇവിടുത്തെ അത്യാവശ്യം നല്ല പ്രാവളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവർ യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ എഗ്ഗിങ് പാത്രമാണ്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന പോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ എഗ്ഗിങ് പാത്രമാണ് ഇവർ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇനി അടുത്ത് കാണാൻ പോകുന്ന ബേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഹോറിയുടെ ഒരു തരം ബേഡാണ്. അത്യാവശ്യം നല്ല സൈസുള്ള യൂറോപ്യൻ ലാഹോറി അല്ല, സാധാ ലാഹോറിയാണ്. എങ്കിൽ പോലും നല്ല മാർക്കിങ് കാര്യങ്ങളുള്ള ഒരു ബേഡാണ്. ഫുൾ ബ്ലാക്ക് ബേഡും ഒരെണ്ണം ബാർ ടൈപ്പ് ബേഡാണ് നമ്മുടെ പ്രവീൺചേട്ടൻ സെറ്റ് ചെയ്ത് തന്നത്. നല്ല കോമ്പിനേഷനാണ്, നല്ല റിസൾട്ടുള്ള ലെഗാണെന്നാണ് പറയാൻ സാധിച്ചത്. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പുള്ളി കൊടുക്കുന്നതാണ് പറയാൻ സാധിച്ചത്. പുള്ളിയുടെ വീഡിയോ നമ്മുടെ വീഡിയോയ്ക്ക് താഴെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മൾ കൊടുക്കുന്നതാണ്.
പിന്നെ ഇതൊരു ജോഡി ഹോമറാണ്. ഹോമറിൻ്റെ പേരൻസ് ആണ് കാണുന്നത്. ഇതിന് ചിക്സ് ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതും നല്ല കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയുള്ള ഹോമേഴ്സാണ്. അപ്പോൾ ഇവർ എഗ്ഗിങ്ങിന് വേണ്ടി റെഡി ആവാനായിട്ട് നിൽക്കണമെന്നാണ് പുള്ളിയുടെ അമ്മച്ചി പറഞ്ഞറിയാൻ സാധിച്ചത്. പിന്നെ നമ്മുടെയിലുള്ള ബേഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഹോറിയുടെ തന്നെ വേറൊരു കളറ്, സാൻഡൽ കളർ, റെഡ് കളറും കൂടിയുള്ള ബേഡാണ്. അപ്പോൾ അതിനൊരു ചിക്കൻ ഉണ്ടായിരിക്കുന്നുണ്ട്. സാൻഡിൽ കളർ അമ്മയുടെ പോലെ തന്നെ, ഫീമെയിൽ ബേഡിൻ്റെ പോലെ തന്നെ സാൻഡ് കളറായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് നല്ല ഉള്ള ബേഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബേഡുകളാണ്, എല്ലാം നല്ല മാർക്കിംഗ് ആയിട്ടുള്ള ബേഡുകളാണ്. അപ്പോൾ പുള്ളി കൊടുക്കണ വില നമുക്കറിയില്ല, ചിക്സിന് കൊടുക്കണ വില അറിയില്ല. ചിക്സിന് കൊടുക്കണ വില അറിയണമെങ്കിൽ നിങ്ങൾ പുള്ളീനെ വിളിച്ച് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കണം. പുള്ളീനെ വിളിച്ചതിന് കിട്ടില്ല, പുള്ളി സിംഗപ്പൂരാണ്. അപ്പോൾ പുള്ളിയുടെ നമ്പറാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ പുള്ളീനെ വിളിച്ച് വാട്സാപ്പിൽ വിളിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ ഇനി അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്നത് സാറ്റിൻസിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 കളറുകളാണ്, സബ്ജാബാറും പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് കളറിലുള്ളൊരു ഇതാണ്. ആ ബ്ലാക്ക് കളറിന് എന്താ പറയാമെന്ന് എനിക്കറിയില്ല. ആ ലൈൻ കാണുന്ന ബേഡ്, ആ മുകളിൽ കയറിയിരിക്കുന്ന ബേഡ് സബ്ജാബാർ എന്നാണ് അതിനെ പറയുക. ഇത് ഒരു തരം ബ്ലാക്ക് സാറ്റിനാണ്. രണ്ടും നല്ല രസമുള്ള നല്ല മാർക്കിംഗ് ആയിട്ടുള്ള ബേഡുകളാണ്. ബ്ലാക്ക് ഒന്നും കൂടിയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബേഡാണ്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഒരു തരം ആഷ് കളർ സാറ്റിൻ ബേഡാണ്. നല്ല രസമായിട്ടുള്ള ബേഡും കൂടിയാണ്. ഇതിൻ്റെ കളർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം ഒരു ആഷ് കളറ് ബേഡും കൂടി, പിന്നെ ഒരെണ്ണം നല്ല ബ്രൗൺ ആയിട്ടുള്ള ബേഡാണ്. ഇതിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ബേഡായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൽ ഒരെണ്ണം ഒരു പെയർ പാരൻസും ഒരു പെയർ ചിക്സ് ആണെന്നാണ് തോന്നുന്നത്. നല്ല ചിക്സുകളാണ്, കാണാൻ നല്ല രസമുള്ള ചിക്സും പാരൻസും ആണ്. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് മാഗ്ബിയുടെ ഒരു പെയറാണ് കിടക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളി നല്ല വില കൊടുത്ത് മേടിച്ചെന്നാണ് പറഞ്ഞത്. എങ്കിൽ പോലും ഫീമെയിലിന് ചെറിയൊരു ഔട്ട് കയറിയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ ഒരു അറിവ് വെച്ചിട്ട് മെയിൽ ബേഡ് നല്ല ആക്റ്റീവായുള്ള ബേഡാണ്, നല്ല ബേഡാണ്. നല്ല ബൂട്ട് ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് 2 ബേഡിനും. ബ്ലൂ ബേഡിൻ്റെ അതായത് ലൈൻ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. ഹെഡിലുള്ള ലൈനും കാര്യങ്ങളൊക്കെ നല്ല മാർക്കിംഗ് ആണ്. അപ്പോൾ പിന്നെ നമ്മുടെ ഇനി പരിചയപ്പെടുത്താനുള്ളത് നമ്മുടെ ലാഹോറിയുടെ ഒക്കെ തന്നെ കുറച്ച് ബേഡുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മളിനി അടുത്ത് കിടക്കാൻ പോകുന്ന സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻറ്റൈലിൻ്റെ സെക്ഷനാണ്. അമേരിക്കൻ ഫാൻറ്റൈൽ, അതായത് ഇന്ത്യൻ ഫാൻറ്റൈലിൻ്റെ സെക്ഷനാണ്. അതിൻ്റെ ഒരു സാഡിൽ പെയറാണ് കാണുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ബേഡാണ്. അവർ ടൈലും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടുണ്ട്. അപ്പോൾ ബ്രീഡിങ്ങിന് വേണ്ടി ടൈല് കട്ട് ചെയ്തു. പക്ഷേ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഏകദേശം ടൈലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരും നല്ല ക്വാളിറ്റിയുള്ള ബേഡുകളാണെന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ അതുപോലെ തന്നെ പുള്ളിയുടെയിലുള്ള അടുത്ത ബേഡ് എന്ന് പറഞ്ഞാൽ അടുത്തതും അമേരിക്കൻ ഫാൻറ്റൈലിൻ്റെ തന്നെ വേറൊരു സെറ്റാണ്. അത്യാവശ്യം നല്ല കളക്ഷൻസ് അമേരിക്കൻ ഫാൻറ്റൈൽസിന് നല്ല ക്വാളിറ്റി, കളക്ഷൻസ് കുറവായാൽ പോലും നല്ല ക്വാളിറ്റിയുള്ള ബേഡുകളാണ്. ഇതും ഒരു പെയർ സാഡിലാണ്. സാഡിലിൻ്റെ ബ്ലാക്കും റെഡും, അതിന് പാത്രത്തിൽ കയറിയിരിക്കുന്ന റെഡ്, പുറത്തേക്കുന്നത് പാത്രത്തിൽ കയറിയിരിക്കുന്നത് ബ്ലാക്ക്, പുറത്ത് കയറിക്കുന്നത് റെഡാണ്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബേഡുകൾ തന്നെയാണ്. മാർക്കൗട്ടൊന്നും കയറിയിട്ടില്ല ബേഡിന്. നല്ല ഷീൽഡായിട്ടുള്ള സാഡിൽ ഫാൻറ്റൈൽ തന്നെയാണ്. നല്ല ക്വാളിറ്റിയുള്ള, നല്ല ടൈൽ ലെങ്ത്തുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ബേഡാണ്. അപ്പോൾ അതങ്ങനെ. പിന്നെ ഇനി പുള്ളിയുടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഫാൻറ്റൈൽ പെയറിനെയാണ്. ഒരു ആൽമണ്ട് ഫാൻറ്റൈലും പിന്നെ ഒരു സാൻഡൽ കളർ ഫാൻറ്റൈലാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. നല്ല രസമുള്ള ബേഡുകളാണ്. നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ബേഡുകളാണ്. നല്ല ക്വാളിറ്റി, നല്ല ജംബോ സൈസായിട്ടുള്ള ബേഡുകളാണ്. നല്ല ബൂട്ടും ടെയിലും ഫെദറും കാര്യങ്ങളെല്ലാം ഉണ്ട്. കളറായാലും സൈസായാലും ആക്റ്റീവിൻ്റെ കാര്യത്തിലായാലും നല്ല ആക്റ്റീവായുള്ള ബേഡുകൾ തന്നെയാണ് 2 ബേഡും. പുള്ളിയുടെയിലുള്ള 3 സെറ്റ് അമേരിക്കൻ ഫാൻറ്റൈലിന് 4 സെറ്റ് അമേരിക്കൻ ഫാൻറ്റൈലിന് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് വേറൊരു ഇതിലാണ്. പുള്ളി എല്ലാ സെറ്റും പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഒരുക്കുന്നത് ഞാൻ പറഞ്ഞ 35 രൂപയുടെ പാത്രങ്ങൾ തന്നെയാണ്. പുള്ളിക്ക് അത് കോസ്റ്റ് കുറവിൽ കിട്ടി. നല്ല പാത്രം ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഫാൻറ്റൈലിൻ്റെ തന്നെ വേറൊരു സെക്ഷൻ, ഒരു റെഡും ഒരു സാൻഡിലും ഇട്ടുകൊണ്ട് ഒരു പെയറാണ്. വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ലാത്തതിൽ വീണ്ടും ക്ഷമ ചോദിക്കുകയാണ്. നമ്മളത് അങ്ങനെ ഒരു സിറ്റുവേഷനായി പോയി. നമ്മൾ വീഡിയോ എടുക്കേണ്ടി അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് വേണ്ടി വന്നു. അതിലെല്ലാവരും ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഫാൻറ്റൈലിൻ്റെ തന്നെ വേറെ സ്പ്ലാഷ് കളർ, ഒരു സ്പ്ലാഷും ഒരു സാൻഡ് കളറായിട്ടാണ് നമ്മൾ പെയർ ചെയ്യിപ്പിച്ചത്. പുള്ളി നല്ല കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു ബേഡാണ്. പുള്ളിയുടെ ഫേവറേറ്റും പുള്ളിയുടെ അമ്മയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബേഡും കൂടിയാണെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അവർ എഗ് ചെയ്തിരിക്കുകയാണ്. എഗ്ഗിങ്ങിൻ്റെ റിസൾട്ടൊക്കെ കാര്യങ്ങളൊക്കെ നമുക്കറിയില്ല. റിസൾട്ട് എഗ്ഗാണെന്നാണ് അറിയാൻ സാധിച്ചത്.
അപ്പോൾ നല്ല കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പുള്ളിയെ സെയിൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബർപ്പൻസിൻ്റെ ഒരു ജോഡി സെറ്റ് കുഞ്ഞുങ്ങളും പാരൻസുമാണ് ഈ കിടക്കുന്നത്. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പാരൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ്. ഒരു സാൻഡിലും ഒരു റെഡും ഒരു ബ്ലാക്ക് ആയിട്ടാണ് കോമ്പിനേഷൻ ചെയ്തിരുന്നത്. പിന്നെ നമ്മുടെ ഉള്ളത് ക്രിക്കറ്റില്ല ജാക്കോബിൻ പെയർ, നല്ല ഇമ്പോർട്ടഡ് ആയുള്ള യൂറോപ്യൻ ഇമ്പോർട്ടഡ് ബേഡെന്നാണ് അറിയാൻ സാധിച്ചത്. യൂറോപ്യൻ ബ്രീഡിനെ നമ്മൾ കേരളത്തിൽ ആരോ കൊണ്ടുവന്ന് ബ്രീഡ് ചെയ്യിപ്പിച്ച് അതിനെ ചിക്സിനെ മേടിച്ച് വളർത്തി വലുതാക്കിയതാണെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഒരു ബ്രീഡിങ് സെറ്റാണ്. നല്ല ബേഡുകളാണ്, നല്ല ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ഹെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുള്ള ബേഡാണ്. എനിക്ക് വന്നതിൽ വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ബേഡും കൂടിയാണ് ജാക്കോബിയൻ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബേഡും കൂടിയാണ് ജാക്കോബിയൻ. അപ്പോൾ ഇവരും നല്ല ആക്റ്റീവായുള്ള നല്ല ബ്രീഡിങ് സെറ്റാണ്. അതിൻ്റെ മെയിൽ ബേഡ് നല്ല ഹെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല ഹോൾഡിങ് ഹെയർ ആണ്. പിന്നെ നമ്മൾ ഇനി അടുത്ത് കാണിക്കാൻ പോകുന്ന ഒരു ഫാൻറ്റെയിൽ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഫാൻറ്റെയിലിൽ തന്നെ ഒരു ബാർ ടൈപ്പ് ബ്ലൂ കളർ ബേഡാണ്. ബ്ലൂ എന്നും പറയാം, മാഷ് എന്നും പറയാം. അപ്പോൾ അതിൽ ബ്ലൂവിലൊരു തരം ബാർ കയറിയുള്ള, അതായത് ബ്ലാക്ക് ബാർ കയറിയുള്ള ഒരു ബേഡാണ്. കാണാൻ നല്ല മൊഞ്ചുള്ള ബേഡാണ്. പിന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, നല്ല സൈസ് ജംബോ സൈസ് തന്നെ വേണമെങ്കിൽ പറയാം. നേരിട്ട് കണ്ടാലും ഞാൻ ആ ബേഡിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതങ്ങനെ. പിന്നെ ഇവരും ബ്രീഡിങ് സെറ്റ് തന്നെയാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വീഡിയോയിലൊക്കെ എന്തെങ്കിലും ഒരു അബദ്ധവശാൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതെൻ്റെ അറിവുകറവായിരിക്കാം. അപ്പോൾ അത് എല്ലാവരും ക്ഷമിക്കുക. നമ്മൾ വീഡിയോ എടുക്കുന്നതിൽ കുറച്ച് ഇതുകൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ അതങ്ങനെ. നമ്മൾ പിന്നെ ഇനി അടുത്തത് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വൈറ്റ് പെയർ സാറ്റിൻ്റെ ഒരു പെയറാണ്. വൈറ്റ് സാറ്റിൻ്റെ ഒരു പെയറാണ്. അപ്പോൾ അത് കണ്ടു. പിന്നെ ഉള്ളത് ആകെ ഇരുട്ടാണ് കേട്ടോ. ആകെ ഇരുട്ടെന്ന് പറഞ്ഞാൽ ഇരുട്ട് മൂടി കിടക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ നമ്മളെന്നാലും വീഡിയോ ചെയ്തിട്ട് നമ്മൾ പോരാനുള്ള എന്നുള്ള വാശിയിൽ നമ്മൾ വീഡിയോ ലൈറ്റിംഗ് കുറവായാൽ പോലും വീഡിയോ ചെയ്തിട്ട് തന്നെ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതൊരു ജോഡി ഹിപ്പി കുഞ്ഞും ഒരു ഹിപ്പിയും അതിൻ്റെ രണ്ട് പാരൻസാണ് നിൽക്കുന്നത്. പിന്നെ നമ്മളിനി കാണാൻ പോകുന്നത് സാധാ ഇന്ത്യൻ ഫാൻറ്റെയിൽ. നമ്മൾ സാധാ ഫാൻറ്റെയിൽ, ലോക്കൽ ഓർഡിനറി ഫാൻറ്റെയിലും അതിൻ്റെ ചിക്കാണ്. ഒരു വൈറ്റും ഒരു ആഷ് കളറായിട്ടാണ് പുള്ളി പെയർ ചെയ്യിപ്പിച്ചത്. ഒരു വൈറ്റ് ചിക്ക്, സിംഗിൾ ചിക്കാണ്. ചൂടിൻ്റെ അഭാവത്താൽ സിംഗിൾ ചിക്കായി പോയതായിരിക്കാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിചയപ്പെടാനുള്ള ബേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻറ്റെയിലിൻ്റെ തന്നെ സാധാ ഓർഡിനറി ഫാൻറ്റെയിലിൻ്റെ തന്നെ 2 വൈറ്റ് പെയറാണ്. അപ്പോൾ പിന്നെ ഇനി നമ്മുടെ ഉള്ള ബേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതൊരു ജർമ്മൻ ഹണ്ണിൻ്റെ ബേഡാന്ന് തോന്നുന്നത്. പിന്നെ ജർമ്മൻ ഹണ്ണാണെന്നാണ് തോന്നുന്നത് ഈ കാണുന്ന ബേഡ്. ചെറിയൊരു മിക്സ് കയറിയിട്ടുണ്ടോയെന്നൊരു ഡൗട്ടുണ്ട്. കറക്റ്റ് ജർമ്മൻ ഹണ്ണിൻ്റെ ഒരു ബ്രീഡിനെ കുറിച്ച് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ബേഡിനെ കുറിച്ച് പറയാനായിട്ട് ആളല്ല. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പറയാനായിട്ട് സാധിക്കില്ല. പിന്നെ പുള്ളിയിലുള്ള വീണ്ടും ഒരു ജോഡി, അത് ക്രോസ് ബേഡാണെന്നാണ് തോന്നുന്നത്. ബർപ്പൻ പോലത്തെ ഒരു ക്രോസ് ബേഡാണ്. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ ടോട്ടൽ കേജുകൾ എങ്ങനെ പോയാലും ഒരു 10-45 കേജുകൾ എങ്ങനെ പോയാലും ഉണ്ടാവും. എങ്ങനെ പോയാലും നല്ലൊരു എമൗണ്ട് പുള്ളി പൊട്ടിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പുള്ളിയുടെ അടുത്ത് കേജിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് വേറെ സെക്ഷനിലേക്ക് കിടക്കുകയാണ്. കേജിൻ്റെ ബാക്ക് സെക്ഷനിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് പുള്ളി ഷോക്കേജിലാണ് ബേഡിനെ സെറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് ബേഡുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളോട് ഫസ്റ്റ് ആയിട്ട് പരിചയപ്പെടാൻ പോകുന്ന ബേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസ് ഔളാണ്. സാൻഡൽ ചൈനീസ് ഔളാണ്. പുള്ളി ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ട്രിപ്പിന് വന്നപ്പോൾ പുള്ളി സെറ്റ് ചെയ്തൊരു ബേഡാണെന്നാണ് അറിയാൻ സാധിച്ചത്. ചൈനീസ് ഔളിൻ്റെ സാൻഡൽ കളറ്. പിന്നെ അതേപോലെ തന്നെ ചെറുതായിട്ടൊരു സ്പാനിഷ് ചൊറോറ മിക്സും കയറിയിട്ട് ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. ചെറിയൊരു ചുരുളിച്ചൊക്കെ അതിൻ്റെ ഫെദറിൽ വന്നിട്ടുണ്ട്. അപ്പം എന്നാലും നല്ല ക്വാളിറ്റിയുള്ള ബേഡാണ്. ഒരു ചുരുളിച്ച് വന്നിട്ടുണ്ട്. എന്നാലും നല്ല ക്വാളിറ്റിയുള്ള ബേഡാണ്. കാണാൻ നല്ല രസമുള്ള ബേഡാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓമനിച്ച് വളർത്താൻ കാണാൻ പറ്റാവുന്ന നല്ലൊരു ബേഡാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഹോമറിൻ്റെ ഒരു സെക്ഷൻ, അത്യാവശ്യം നല്ല ഹോമറുകൾ ഫോസ്റ്റേഴ്സ് പാരൻസ് ആയിട്ട് യൂസ് ചെയ്യാനാണെന്നാണ് തോന്നുന്നത്. അതിന് ചിക്സ് ഏതാണ് ഇരിക്കണേന്ന് അറിയില്ല കണ്ടിട്ട്. ഹോമറിൻ്റെ തന്നെ ചിക്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ വീണ്ടും ഒരു ഹോമർ സെറ്റുകൾ പാരൻസ് ആണ്. പിന്നെ ഉള്ളത് നമ്മുടെ ഉള്ളതൊരു മുഗി പെയറാണ്. മുഗിയുടെ സാൻഡൽ കളറ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാൻഡൽ പെയറാണ് ഈ കാണാൻ സാധിക്കുന്നത്. നല്ല മാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഔട്ടും കാര്യങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല. വൈറ്റ് ഫെദർ അല്ല. പിന്നെ അതുപോലെ തന്നെ കാണാൻ നല്ല രസമുള്ള മാർക്കിംഗ് ആയിട്ടുള്ള ബേഡാണ്. അപ്പോൾ അവർ എഗ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കയ്യിൽ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി കാശ്മീരി സിറാസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാശ്മീരി സിറാസിൻ്റെ ഒരു പെയർ കാണിക്കാം.
ഒരു ആഷും ഒരു ആൻറ്റിലോഷൻ പോലത്തെ ഒരു കളറ്, പിന്നെ അതുപോലെ തന്നെ ഒരു റെഡും കൂടിയിട്ടാണ് പെയർ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല കാണാൻ നല്ല രസമുള്ള ക്ലീൻ നെക്കഡായിട്ടുള്ള ബൂട്ടായിട്ടുള്ള ബേഡാണ്. ബൂട്ട് ഉണ്ടാവില്ല, ക്ലീൻ ആയിട്ടുള്ള ലെഗാണ് പുള്ളി ഇതിൽ വേണ്ട. സാൻഡിൽ, അതായത് നമ്മുടെ സാൻഡ് മണലാണ് യൂസ് ചെയ്തത്. അപ്പോൾ നല്ല വൃത്തിയിലും വെടുപ്പിലും പാത്രമൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ സാറ്റിൻ്റെ തന്നെ വേറൊരു വൈറ്റ് പെയറിന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഉള്ള 2 സെറ്റ് വൈറ്റ് പെയറാണ്, സാറ്റിൻ്റെ 2 വൈറ്റ് സെറ്റിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. പിന്നെ വീണ്ടും കിടക്കുമ്പോൾ ഹോമറിൻ്റെ തന്നെ വേറൊരു ബേഡ്, ഹോമറും ഒരു ബർപ്പനായിട്ടാണ് പുള്ളി ജോഡി ആക്കി ഇട്ടത്. അത് ഫോസ്റ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ബേഡാണെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നമ്മുടെ കുറച്ച് ഇതിനെ കാണാം നമുക്ക്. നമ്മുടെ പിന്നെ ഇത് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജർമ്മനാണ്. ഇതിൻ്റെ ഒരു വൈറ്റ് പെയർ, ഒരു പെയറാണ്. ഒരു സാൻഡൽ കളറും ഒരു ബ്ലാക്ക് കളറായിട്ടാണ് പുള്ളി ഇട്ടത്. നല്ല മാർക്കിംഗ് ആയിട്ടുള്ള ബേഡ് തന്നെയാണ്, കാണാൻ നല്ല രസമുണ്ട്. നല്ല രസത്തിലാണ്, നല്ല ബേഡായിട്ടാണ് പുള്ളി സെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മളിനി കാണാൻ പോകുന്ന ബേഡ് എന്ന് പറഞ്ഞാൽ പുള്ളി ലേറ്റസ്റ്റ് ആയിട്ട് കളക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ബേഡുകളെയാണ്. അതായത് നമ്മുടെ സിറാസ് ക്രോസ് അല്ല, ലാഹോറീസിൻ്റെ സൈസ് കുറഞ്ഞ ബേഡുകളെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഈ കാണുന്നത് തന്നെയാണ് ആ ബേഡുകൾ. അപ്പോൾ അത്യാവശ്യം നല്ല സൈസുള്ള നല്ല മാർക്കിംഗ് ആയുള്ള ബേഡുകൾ ഞാൻ പുള്ളി മേടിച്ച് സെറ്റ് ചെയ്തത്. ഇത് എന്ത് പ്ലാനിങ് ഒന്നും അറിയില്ല, എന്തിനാണ് മേടിച്ച് സെറ്റ് ചെയ്തതെന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇത് എന്തായാലും ഫോസ്റ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാനായിരിക്കുമോ അല്ലെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാനാണോ എന്നും നമുക്ക് വലിയൊരു ഐഡിയ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിൻ്റെ എന്ത് ഡീറ്റെയിൽ വേണമെങ്കിലും, ഇത് സെയിലിനുള്ളതാണോന്നും പോലും നമുക്കറിയില്ല. എന്ത് ഡീറ്റെയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ പ്രവീൺ ചേട്ടൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പം നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് നമ്മളിവിടെ ചിക്സിനെ മാറ്റിയിടുന്ന ഒരു കോളനി കേജാണ്. ചിക്സിനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാറ്റിയിടാവുന്ന നല്ല വലിയ കോളനി കേജാണ് പുള്ളി സെറ്റ് ചെയ്തേക്കുന്നത്. ഒരേ സമയം ഒരു 100ഓളം ബേഡിനാണെങ്കിൽ നമുക്ക് ഈ ഒരു കള്ളിയിലാക്കിയിടാം. അപ്പോൾ ഇതിൽ ചിക്സ് ആയിട്ടുള്ളതുണ്ട്, പിന്നെ പാരൻ്റ് ആയിട്ടുള്ള ബേഡുകളും ഉണ്ട്. അപ്പോൾ ഇതിൽ മുഗിയുടെ ചിക്സ് എടുക്കുന്നുണ്ട്, ഫാൻറ്റെയിൽസിൻ്റെ ചിക്സ് എടുക്കുന്നുണ്ട്, ഹോമറിൻ്റെ ചിക്സ് എടുക്കുന്നുണ്ട്, ഹംഗറി മിക്സിൻ്റെ ചിക്സ് എടുക്കുന്നുണ്ട്. അങ്ങനെ പല ബേഡുകളായിട്ട് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മുടെ കസ്കസിൻ്റെ ഒക്കെ ചിക്കന് ഞാൻ ഇതിൽ കണ്ടായിരുന്നു. ഇത് ഈ ഫസ്റ്റ് കേൾക്കുന്നത് കസ്കസിൻ്റെ ചിക്കാണ്. നല്ല രസത്തിലുള്ള ചിക്കാണ് കാണാൻ പറ്റുന്നത്. പിന്നെ ഇതിൽ നമ്മുടെ സാറ്റിൻ്റെ ചിക്കുണ്ട്, സാഡിൻ ഫാൻറ്റേൻ്റെ ചിക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സെയിലിനുള്ളതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ കൊണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനൊക്കെ മേടിക്കാം. വലിയൊരു സെറ്റപ്പിൽ തന്നെയാണ് കേട്ടോ, കോളനി കേജ് ആയിട്ട് പണിത് വലിയൊരു സെറ്റപ്പിൽ തന്നെയാണ്. പിന്നെ പുള്ളിയുടെ ട്രേ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പുള്ളിയുടെ ട്രേ സിസ്റ്റം. അതായത് ഇപ്പോൾ ഇത് കാഷ്ടങ്ങളൊക്കെ അടിയിലേക്ക് വീഴ്ത്തി നമുക്കത് വലിച്ചെടുക്കാവുന്ന രീതിയിൽ തന്നെയാണ് തകിട് അടിച്ച് നല്ല കനത്തിലുള്ള തകിട് വെച്ച് അടിച്ചിട്ട് പണിതേക്കുന്ന ഒരു ട്രേ സിസ്റ്റമാണ് പുള്ളി ചെയ്തേക്കുന്നത്. അപ്പോൾ വേസ്റ്റൊക്കെ നമുക്ക് പിന്നീട് ക്ലീൻ ചെയ്യാവുന്നൊരു വിധത്തിലാണ് ചെയ്ത് വെച്ചേക്കണത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ പ്രവീൺ ചേട്ടൻ്റെ പ്രാവള്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ.